നിങ്ങൾക്ക് പൈസ തരാനുള്ള ആളടുത്ത് പോയി നിരന്തരമായി ശല്യപ്പെടുത്തുക, അപ്പൊ പൈസ കിട്ടും. ഓ എന്താ ആരാ നോക്കിക്കാനാണോ? കുറച്ചേരം വെയിറ്റ് ചെയ്യ്, ഞങ്ങളുടെ പ്രോഗ്രാമിലാ. പറ വേണു. മുരളി എങ്കിൽ മുരളി പറ. എന്നാ പിന്നെ പറഞ്ഞ പോലെ ചെയ്. ഇതെല്ലാം മാറ്റിക്കോ. കഴിഞ്ഞു കഴിഞ്ഞു. ഇതെന്റെ സെൽഫി സ്റ്റിക്ക് സൂക്ഷിക്കണം കേട്ടോ. ആരാ എന്താ? ഞങ്ങള് വെറുതെ ഒന്ന് പണിക്കരെ കാണാൻ വേണ്ടി വന്നതാ. നോക്കാൻ ഇങ്ങനെയാണോ വരുന്നേ? മോമോടിയൊക്കെ ഇട്ട് അഴിച്ചു മാറ്റിട്ട് ഇരുന്നോളുക. സജി ഇതിലാരെയാ നോക്കേണ്ടത്? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇവനാ. എന്താ പേര്? ദിനേശൻ. നാളോ? നക്ഷത്രേ? പൂരാടം. കരിമ്പൂരാടം ആയിരിക്കും. നോക്കിട്ട് പറയാം. ശരണ്യേ കസ്റ്റമേഴ്സ് വന്നിട്ടാണ് അതൊക്കെ എണ്ണലി. നേരത്തെ ഉന്നയിച്ചൂടെ? കുജന്റെ ഇപ്പോഴത്തെ കിടപ്പനുസരിച്ച് നാരീ സാമീപ്യം കാണുന്നുണ്ടല്ലോ. കുഞ്ചനല്ല, എൻ്റെ പേര് ദിനേശൻ. ഇയാളാരാ? മൈൻഡ് ചെയ്യണ്ട പണിക്കരെ, യു കണ്ടിന്യൂ. പ്രണയത്തിലാണല്ലേ, മനസ്സിലായി. മംഗലയോ അടുത്ത് തന്നെ ഉണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തടസ്സം നേരിടുന്നുണ്ടോ? ഉണ്ട്, എനിക്ക് ഉറപ്പാ. ശുക്രന്റെ സ്ഥാനത്ത് ശരി നിൽക്കുകയല്ലേ ഇവിടെ. തറവാട്ടിൽ അപകടങ്ങൾ നടക്കുന്നുണ്ട്. പോരാത്തതിന് ധനനഷ്ടം. ദിനേശൻ അത് പ്രശ്നമാണല്ലോ. പ്രശ്നം? ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ 13 ആളുകളുണ്ട്. ഇങ്ങനെ ചുമ്മാ കൂട്ടായി പാട്ടോ. അവിടെ ഇവനടക്കം ആകെ 4 പേരല്ലേ ഉള്ളൂ. ഞാൻ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്. പിന്നെ ദിനേശ, ഗണിച്ചതനുസരിച്ച് തൻ്റെ കാര്യം കുറച്ച് കുഴപ്പത്തിലാണല്ലോ. താനും തൻ്റെ വീട്ടുകാരും കൂടാതെ പ്രേതാത്മാക്കളും പരതാത്മാക്കളുമായി തൻ്റെ തറവാട്ടിൽ 13 ആളുകളുണ്ട്. അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാണ്ട് തൻ്റെ പ്രശ്നങ്ങൾ ഒരു കാലത്തും തീരാൻ പോകുന്നില്ല. അല്ല, അതിനിപ്പോ എന്താ ചെയ്യാ? ആവാഹിക്കണം എന്ന് പറഞ്ഞ ഓടി നടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആത്മാക്കളെ പിടിച്ചു കെട്ടണം. ആവാഹിക്കാനിപ്പോ ഞാനൊരു കർമ്മയെ പരിചയപ്പെടുത്തരാം. അയാളെ പോയി കാണണം. ലിസ്റ്റൊക്കെ അയാൾ തരും. വീടിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് തന്നെ കളം വരച്ച ആവാഹനം നടത്തണം. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ശരി. ആവാഹനം ഇവിടെ വെച്ച് നടത്താൻ പറ്റുമോ? ഇവിടെ ആരെ? എൻ്റെ അമ്മായിപ്പനാണ് ആവാഹിക്കേണ്ടത്. ഓ ഭാഗ്യം, കേട്ടില്ല. എടോ, പ്രേത സ്ഥലത്ത് വെച്ച് തന്നെ ആവാഹനം നടത്തണം, എന്നാലേ പരിസ്ഥിതി ഉണ്ടാവൂ. ശരി, മനസ്സിലായോ? താൻ ഈ കർമ്മയെ പോയി കാണാൻ. ആള് ബഹുമെടുക്കണ. ഞങ്ങള് നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞങ്ങൾക്ക് ഈ പരിപാടിയിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. ആണോ? വിശ്വസിച്ചോളും, വിശ്വസിച്ചോളും. ഇത് കഴിയുമ്പോ നിങ്ങൾ ശരിക്കും വിശ്വസിച്ചോളും. വിശ്വസിച്ചോളും. വിശ്വസിക്കല്ലേ? വിശ്വസിക്കും, എനിക്ക് ഉറപ്പാ. വിശ്വസിക്കും ദിനേശ. ഇവിടെ എളുപ്പം വരണുണ്ടോ? ഒരു മിനിറ്റ്, ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. മൂപ്പർ ഒരു ആവാഹനത്തിലാണ്. വാഹനത്തിലോ? വാഹനത്തിലോ, ആവാഹനത്തിൽ. പണിക്കർ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. തിരുമേനി വരട്ടെ. പിന്നെ മൂപ്പർ വരുമ്പോ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞോട്ടോ. 13 ആൾക്കാരുടെ കാര്യമില്ല പറഞ്ഞ. കണ്ട, സത്യം നിമിത്തം 13 അല്ല 20 തരും. ഈ അടുപ്പം കല്ല് ഞാനിരില്ലു, ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കേണ്ടതല്ല. ഒന്നല്ലോ. ബീഫ് കറി, മത്തിക്കറി, അയില മുളട്ട് എന്നാ വേണ്ട? എന്റെ സ്വാമി അതല്ല, വേറെ കറി 13 ആൾക്കാർ ആവാഹിക്കാൻ പറ്റില്ല. പണിക്കർ അയ്യോ, ആവോലി കറി ഇപ്പൊ ആവോലിയല്ല, പണിക്കർ വണ്ടി വന്നതാണ്. ആവാഹനം നേരത്തെ വേണ്ടോ? പണിക്കര് പറഞ്ഞു റെഡിയാക്കാം.
അതിപ്പം എത്രയാവുമെന്ന് ഒന്ന് പറയാം. 13 ആത്മാക്കൾ കുറച്ച് കഠിനാണ്. ഒരു 10,000 രൂപ വെച്ചിട്ട് ഒരു 2 10 20 ഒന്ന് കൂട്ടിയോ കൂടോ. വെയിറ്റ് ശരി, വെയിറ്റ് ചെയ്യാം. ഏണിമാമ മതിയാ. ആൾക്കണ്ടോ ഒരു 10 10,000 പൂജ്യം പൂജ്യം വേണ്ടേ? വേണം. 1,30,000 രൂപ. പിന്നെ എൻ്റെ 2,000 രൂപ. സ്വാമി എന്ത് എന്താ കാര്യം? ഓനൊരു 1,000 രൂപ കൊടുക്കണം. എന്റെ 2,000 കണക്കൂട്ടിയത് എങ്ങോട്ടാ? മൊത്തം 3,000. 1,33,000 രൂപ. അല്ല 13 ആൾക്കാർ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകാണല്ലോ, അപ്പൊ എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് ഉണ്ടാവില്ലേ? ഈശ്വരാ, സുഹൃതക്ഷയം, ആത്മാക്കൾക്ക് ഡിസ്കൗണ്ടാ? എന്തായി പറയുന്നത്? നമുക്ക് ഭാവനെല്ലാം കാക്ക നമ്മളെ വീട്ടിലേക്ക് വരും. 10 പൈസ കൊടുക്കണ്ട, ഫ്രീയാ. ഇതോ 13 ആത്മാക്കളെ ആവാഹിക്കണം. കുറച്ച് പണിയുണ്ട്. ഈ ആത്മാക്കളെ കാര്യത്തിൽ ഞാൻ അകടെ പിടിച്ചിട്ടാ കൊടുക്കണ്ട്. ഒരു കാര്യം ചെയ്യാം, ഈ ആത്മാവിന്ന് ഒരു 500 രൂപ അങ്ങനെ കഴിച്ചേ. ആയിക്കോട്ടെ, ഒരു നല്ല കാര്യത്തിനല്ലേ. ഞാൻ പിന്നെ ഇടപെടാക്കി തരും. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. നിന്റെ എത്ര എടുക്കാനുണ്ടോ? എവിടുന്ന്? അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആക്കണ്ട. നിങ്ങൾ വലിയ കൂട്ടുകാരല്ലേ, നിങ്ങൾ ഒന്ന് ഒത്തുപിടിച്ചാ അടിപൊളിയാക്ക സംഭവം. അടിപൊളിയാക്കേ? അല്ല, അയ്യോ, നമ്മളെ പൊറോട്ട അടി പിടിച്ചിട്ടുണ്ടാവാ. കേട്ടാ ദിവ്യനാണ് ദിവ്യൻ. അപ്പൊ പറഞ്ഞൊക്കെ ഓക്കെ. കണ്ടിട്ട് പവറുള്ള ആളാന്ന് തോന്നുന്നുണ്ട്. ആണല്ലേ? എന്താണത്? ഹലോ. ഹലോ മാമ, ഞാനാ. ആരാ? ദിനേശാ, എന്തല്ലേ വിശേഷം? അതെ, ഒരു കാര്യം പറയാൻ വിളിച്ച. ജനാർദ്ദൻ മാമനാ. തിരക്കിലാണോ? അമേരിക്കയിലെ ഡോക്ടറാ. അമ്മ ഈ ഇടയ്ക്ക് പണിക്കരെ കാണാൻ പോയിരുന്നു. അപ്പൊ അതില് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നാ പ്രശ്നം? പ്രശ്നം വെച്ച് നോക്കിയപ്പോ ഇവിടെ തറവാട്ടിൽ 13 ആത്മാക്കളുണ്ട്. ആത്മാക്കളാ? അതിലൊന്ന് നിങ്ങളുടെ അച്ഛനാ. അപ്പോ അതിനൊരു പ്രതിവിധിയായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നാ പറയണത്. അത് നല്ല കാര്യം ദിനേശാ. ജീവിച്ചിരിക്കുമ്പോൾ അച്ഛന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. നീ ചെയ്യ്. അതല്ല മാമ, ഈ 13 പേരെയും ഒരുമിച്ച് ആവാഹിക്കാനായിട്ട് 1.5 ലക്ഷം രൂപ ചെലവുണ്ട്. എന്റെ ഒന്നുമില്ല. മാമൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മാമ മാമ അത് പിന്നെ ദിനേശാ, തൽക്കാലം എൻ്റെ അച്ഛനെ കൊണ്ട് ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഭാവിയിൽ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഞാൻ എന്നെ വിളിക്കാം. എന്നാ ശരി. ശരിയല്ല. അല്ല, ഒരു 10,000 കുറച്ച് മതി. അടുത്ത പറയട്ടെ. ബാക്കി ക്യാഷ് ആയിട്ട് തരാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഇവനെ പറഞ്ഞോടാ. ഹലോ, കേൾക്കണില്ല. റേഞ്ച് ഉണ്ടോ? ഹലോ. നടക്കൂ. കാനഡയിലൊക്കെ ഒന്ന് പണിയെടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊക്കെ ഇവിടെ മല മറിക്കാം. രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ ഞാൻ പെടുന്ന പാടെ എനിക്കേ അറിയുള്ളൂ. നിങ്ങളടുത്ത് മാറിയിട്ട് വേണം അതൊക്കെ ഒന്ന് പൊളിച്ചു വയ്ക്കാൻ. ഇനിയും കാത്തിരിക്കാൻ വയ്യട്ടോ. അവസാനം ഞങ്ങൾ കുടുംബക്കാരെല്ലാം കൂടെ ഇറക്കി വിട്ടെന്ന് പറയിപ്പിക്കരുതേ. ഇതൊക്കെ മുക്കുകൊണ്ടായിപ്പോയി മോനെ, അല്ലെങ്കിൽ നിനക്ക് ഞാൻ ഒരു തരുമായിരുന്നു. സാറിലടാ, എൻ്റെ കയ്യിൽ വേറൊരു ഐഡിയ ഉണ്ട്. സുബ്രഹ്മണ്യം പുതിയടത്ത് 200 രൂപ. രാമകൃഷ്ണൻ അതിനത് വീട് പണിക്ക്. ആരുടെ? ദിനേശന്റെ. രാമകൃഷ്ണൻ തന്നെ ദിവസം 500. സന്ദീപ് നല്ല പടി കിടക്കണ്ടോ? 3 പേര് കൂടെ. ഒരു പെട്ടിയും കൂടെ പൊട്ടിക്കാണ്ട്. ഇല്ല. എന്തായാലും അവിടെ ഉള്ളവരൊക്കെ നോക്കിക്കോട്ടോ. ഞാൻ അടുത്ത പരിപാടി കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാം. അയക്കാന്ന്. സുഗുണാനന്ദന. ഓ, എഴുത്തുമായനെ അറിയില്ല, ഇവനെ കൊണ്ട് തോറ്റു. സുഗുണാനന്ദൻ ആവന്തിക 200 രൂപ. ചായ കുടിച്ചോളിട്ടാ. ചായ വന്നോ? കളിക്കാനൊന്നുമില്ലേ? അച്ചപ്പണ്ട്.
ഗീതാ സെബാസ്റ്റിന് 200. ചായ കുടിക്ക്. അതെന്താ അത്? ഗിരി ഒരു 200 റുപ്യ മീൻകാരന് കൊടുക്കാനാ. ആ പോ പോ പോ. അതെ വീട് പണിക്ക് വേണ്ടി കുരുക്കല്യാണം നടത്തിയോണ്ട് എൻ്റെ ഹൗസ് വാമിങ്ങിന് ഇനി 10 പൈസ കിട്ടുന്ന വിചാരിക്കണ്ട. തരാനുള്ളവരൊക്കെ തന്നിട്ടുണ്ട്. കുറെ പുതിയ ആൾക്കാരാ. ആ എന്നെ എല്ലാരും പറ്റിക്കാണല്ലോ മോനെ. എന്താ കാര്യം? കാലിക്കവറ് ഉളുപ്പുണ്ടോ കേക്കെ? ഇനിയെങ്കിലും തീർത്തു കൊടുത്തൂടെ? തീർക്കണ്ടല്ലോ. കാശ് തീർക്കുന്ന കാര്യമല്ല, ഇവന്റെ വീട് പണി തീർക്കുന്ന കാര്യം പറഞ്ഞേ. പൈസ തരുമ്പോ വീട് പണിയും തീരും. ആ തീർന്നാ മതി. അടുത്ത എഴുതിക്കോ. ശിവദാസൻ തൈക്കണ്ടി 100 റുപ്യ. ചേച്ചിയേ ആ ചേച്ചിയേ ആവാനത്തിലുള്ള സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എടാ പൊട്ട, നീ എന്തിനാ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നത്? പിന്നെ അത് വീട്ടിൽ തട്ടമ്പുറത്ത് കൊണ്ട് വെക്കാല്ലേ ദിനേശേട്ടൻ പറഞ്ഞേ. ദിനേശ് ചേട്ടനോ? ഇപ്പോ നീ വന്നേ, വന്നടാ, വാ, നീ വന്നേ. നീ ഇത് കൊളാക്കോ. ആരും അറിയാണ്ട് ചെയ്താൽ കണ്ടുപിടിക്കില്ല എന്ന് കരുതിയ തരുമോ? ഉഷാറായിട്ടുണ്ട് കേട്ടാ. പക്ഷേ ഇതിനടിയിൽ CPK ചിന്തമംഗലം എഴുതണം. നല്ല കേരളോത്സവത്തിന് കൊടുക്കുമ്പോ അത് നമ്മൾ കൊടുത്തത് മനസ്സിലാവുള്ളൂ. കറക്റ്റല്ലേ? ഞാനും അതിപ്പോ ആലോചിക്കായിരുന്നു. അതെപ്പോ എന്നാ പെട്ടെന്ന് എഴുത് കേട്ടാ. ശരി, ലാൽ സലാം. ലാൽ സലാം. നല്ല മുഖം അല്ലേ?